അല്ലാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരട്ടെ. ഈ ഉമ്മത്തിന് അല്ലാഹു മാപ്പ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പാപങ്ങൾ അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ തൗബ ചെയ്താലും നന്നാവില്ലേ എന്ന തോന്നൽ വന്നു പോകും. അത് വലിയൊരു അപകടമാണ്. അല്ലാഹു തൗബ ചെയ്യാനാ പറയുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എത്ര വലിയ കുരുത്തക്കേട് ചെയ്താലും അല്ലാഹു നമ്മളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഉമ്മയെ തല്ലിയോടിയ മകനോട്, ഉമ്മ മോനെ നീ വന്നാൽ ഞാൻ നിന്നെ സ്വീകരിക്കാം. മോനോട് ഉമ്മാക്കൊരു ദേഷ്യവുമില്ല, മോനെ വാപ്പ കാണാതെ അടുക്കളയുടെ പിന്നാമ്പുറത്തുകൂടെ നീ വാ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. ഉമ്മയുടെ ഒരു മാതൃസ്നേഹം എത്ര വലിയ ഗുരുതരമായ തെറ്റ് ചെയ്ത മക്കളെപ്പോലും ഉമ്മമാരെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. എന്നാൽ അറിയണോ, അന്നൊരു യുദ്ധം നടക്കുമ്പോ ഒരു പിഞ്ചു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ തള്ളയെ ഉമ്മയെ കാണാതെ പിഞ്ചോമന പൈതല് മരുഭൂമിയിൽ കിടന്ന് കരയുമ്പോ ശത്രുക്കളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ കുഞ്ഞായിരുന്നവത്. ഒരുപാട് നേരം കഴിഞ്ഞ് ഒരു ഉമ്മ ഓടി വരുന്നു, എന്റെ കുഞ്ഞിനെ കണ്ടോ, എന്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഹബീബായ തങ്ങൾ കാണിച്ചു കൊടുത്തു, ഇതാണോ നിങ്ങളുടെ കുഞ്ഞ്? ആ കുഞ്ഞിനെ വാരി പുണർന്നുകൊണ്ട് മണ്ണിൽ ഉരുണ്ട് കളിച്ചിട്ട് ആ ഉമ്മ കാണിച്ച സ്നേഹപ്രകടനം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതഅജബൂന മിൻ ഹുബ്ബി ഹാദിഹി ബിവലദിഹാ. സ്വഹാബികളെ, ഈ ഉമ്മ ആ ഉമ്മയുടെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അത്ഭുതപ്പെടുന്നുണ്ടോ? ആ ഉമ്മയുടെ സ്നേഹം കാണുമ്പോ നിങ്ങൾ അറിയണമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമു ബികും മിൻ ഉമ്മി ഹാദിഹി ബിവലദിഹാ. അറിയണമേ, ഈ കുഞ്ഞിനോട് ഈ കുഞ്ഞിന്റെ ഉമ്മ കാണിക്കുന്നതിനേക്കാളും വലിയ കാരുണ്യവാനായ അല്ലാഹു നിങ്ങളോട് കാണിക്കുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പിന്നിൽ കടലാണുള്ളത്. നമ്മുടെ പിന്നിൽ കിടക്കുന്ന അറേബ്യൻ സമുദ്രം അല്ലേ, അറബിക്കടല പിന്നിലുള്ളത്. തിരമാലകൾ ഓരോ രാത്രിയിലും അതിന്റെ മധ്യഭാഗം ഉയർന്നു വന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു, അത്രേ റബ്ബേ, ഞങ്ങൾ വെള്ളത്തിന്റെ കരക്ക് ജീവിക്കുന്ന മനുഷ്യരെ, തിന്മ ചെയ്യുന്നവരെ, പരദൂഷണം പറയുന്നവരെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നടക്കുന്നവനെ, അപായപ്പെടുത്താൻ നടത്തുന്നവനെ, നാണം കെടുത്താൻ പരിശ്രമിക്കുന്നവനെ, നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നവരെ, മദ്യപിക്കുന്നവരെ, മയക്കുമരുന്ന് അടിമകളായവരെ, വ്യഭിചാരം ചെയ്യുന്നവരെ, തിന്മ കൊണ്ട് സമയം കൊല്ലുന്നവരെ, പടച്ചവനെ നീയൊന്ന് ഞങ്ങളെ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമുദ്രജലം തിരമാലകളായി കരയിലേക്ക് ചെന്ന് ആ മനുഷ്യരെ മുഴുവനും നക്കി തുടച്ചൊന്ന് കൊണ്ടുപോന്നോട്ടെ. എല്ലാ രാത്രിയിലും ഒരു സുനാമി പോലെ ഞങ്ങൾ കരയിൽ ചെന്നോട്ടെ എന്ന് സമുദ്രജലം അല്ലാഹുവിനോട് ചോദിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, സമുദ്രമേ, നീയാണ് അവരെ പടച്ചിരുന്നതെങ്കിൽ നീ അങ്ങ് പറയില്ലായിരുന്നു, ഇബാദി ഖലഖ്തുഹും ബിയദയ്യ, എന്റെ സവിശേഷമായ ഖുദ്റത്ത് കൊണ്ട് ഞാൻ പടച്ച എന്റെ അടിമകളാണ് ആ മനുഷ്യർ. അവർ തൗബ ചെയ്ത് നന്നായേക്കാം, അവരെ മടങ്ങി വന്നേക്കാം, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാൻ ഒരുക്കമാണ്. എന്റെ സൃഷ്ടികളെ, ഞാൻ പടച്ചവരെ ഞാൻ അങ്ങനെ ശിക്ഷിക്കുകയില്ല, ഞാൻ അവർക്ക് സമയം കൊടുക്കാം. സമുദ്രമേ, നീയാണ് അവരെ പടച്ചിരുന്നതെങ്കിൽ നീ ഇങ്ങനെ പറയില്ലായിരുന്നുവെന്ന് സമുദ്രത്തോട് കാരുണ്യവാൻ മറുപടി പറയുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സൂറത്തു സുമറിൽ പറയുന്ന ആയത്താണിത്. ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا. മുഅ്മിനീങ്ങളെ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖുൽ, പറയൂ നബിയേ, ജനങ്ങളോട് പറയൂ നബിയേ, അല്ലാഹുവിന്റെ അടിമകളെ, സ്വന്തം ശരീരങ്ങളോട് തെറ്റുകൾ ചെയ്തു കൂട്ടിയവരെ,
വിവരമില്ലാത്ത കാലം, വിവരമുണ്ടായതിനു ശേഷവും പടുകൂറ്റൻ തെറ്റുകൾ ഇഷ്ടം പോലെ ചെയ്തു കൂട്ടിയവരെ പഠിക്കുന്ന കാലത്ത്, ഹോസ്റ്റൽ കാലത്ത്, ജോലി ചെയ്യുന്ന നേരത്ത്, അധ്വാനിക്കുന്ന കാലത്ത് മക്കളായിട്ട് മരുമക്കളായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകളെ നിങ്ങളും പടച്ചവനുമല്ലാതെ മറ്റാരും അറിയാത്ത തിന്മയുടെ കൂമ്പാരം കൊണ്ട് നടക്കുന്നവരെ അല്ലാഹു ഞങ്ങളെ സ്വീകരിക്കുകയില്ലേ എന്ന് നിങ്ങൾ വിചാരിച്ച് നിരാശരായി പോവല്ലേ. അല്ലാഹു നിങ്ങളുടെ എല്ലാ തെറ്റുകളും പുറത്തു തരാൻ അല്ലാഹു ഒരുക്കമാണ്. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാം. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല, നിങ്ങളോട് ഏറ്റവും നല്ല നന്മ ചെയ്യുന്ന കാരുണ്യവാനാണവൻ. അതുകൊണ്ട് നിങ്ങൾ മാപ്പിരക്കണേ, അവൻ പുറത്തു തരാൻ ഒരുക്കമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് മുഅ്മിനെ അല്ലാഹുവിലേക്ക് മടങ്ങുക. മദീനയിൽ ഭൂകമ്പമുണ്ടായ നേരം ഫി അഹദി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിൽ ഭൂകമ്പമുണ്ടാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ചെറിയൊരു ഭൂകമ്പം, ഏതാനും ചില മതിലുകളാണെന്ന് വീണത്, വീടുകൾ വീണിട്ടില്ല, ചില മതിലുകൾ വീണു. ഉമർ തങ്ങൾ ഉടനെ പറഞ്ഞു, ജനങ്ങളെ മുഴുവൻ പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടണം. അതുകൊണ്ട് അസ്വലാത്ത ജാമിഅ, അസ്വലാത്ത ജാമിഅ, അസ്വലാത്ത ജാമിഅ, മദീനയിൽ മുഴുവൻ വിളിച്ചു പറയാൻ പറഞ്ഞു. എല്ലാവരും ഓടിക്കൂടി. മഹാനായ ഉമർ എന്നവർ മിമ്പറിൽ കയറുന്നു. ഹബീബായ നബി തങ്ങൾ ചവിട്ടി നിന്ന മിമ്പറാണത്, ഹബീബ് ഖുത്ബയോദിയ മിമ്പറാണത്. അവിടെ കയറുന്നുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ് മാ ഹാദ സൽസാൽ, എന്താണ് ഈ ഭൂകമ്പം, എന്താണ് ഈ ഭൂകമ്പം? ഉമർ തങ്ങൾക്കറിയാം ഇത് അല്ലാഹുവിന്റെ ഖദറാണ്, റബ്ബിന്റെ ഖളാ ആണ്. ഉമർ തങ്ങൾക്കറിയാം അത്. അഖ്ബിറൂനി മാ ഹാദ സിൽസാൽ. ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് ജുമുഅ ഖുതുബ നടക്കുന്ന പോലെ ഉമർ എന്നവർ ചോദിച്ചു, എന്താണ് ഈ ഭൂകമ്പം ഉണ്ടാവാൻ കാരണം? അവര് പറഞ്ഞു ബിഖദാഇൻ വഖദരിൻ, ഇത് അല്ലാഹുവിന്റെ ഖദാ ആണ് ഉമറേ അമീറുൽ മുഅ്മിനീനെ, ഇത് അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹുവിന്റെ ഖദാ ആണ്. ഉമർ എന്നവർ പറഞ്ഞു, ബിസബബി മാദാ, ഇത് അല്ലാഹുവിന്റെ ഖദറാണെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെ അല്ലാഹു ഖദർ ചെയ്യാൻ ഒരു കാരണം വേണ്ടി വരും. എന്തുകൊണ്ടാ ഇങ്ങനെ ഭൂകമ്പം ഉണ്ടാവാൻ കാരണം? അവര് പറഞ്ഞു, ബിസബബി ദുനൂബിനാ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൊണ്ടാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന വാക്ക് നോക്കണം, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ ആദ ഹാദ സിൽസാൽ, ഈ ഭൂകമ്പമെങ്ങാനും ഇനി ഒരിക്കൽ മദീനയിൽ നടക്കുകയാണെങ്കിൽ, ലാ ഉജാവിറുക്കും ഫിൽ മദീനതി ബഅദഹാ, നിങ്ങളുടെ കൂടെ മദീനയിൽ ജീവിക്കാൻ ഇനി ഉമറിന് കിട്ടില്ല. ഞാൻ മദീന വിട്ടുപോകും. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന മദീനയിൽ ഇവിടെ തെറ്റ് ചെയ്യുന്ന ആളുകളോ? ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ പറയാൻ, ഇനി എങ്ങാനും ഒരു ഭൂകമ്പം മദീനയിൽ ഉണ്ടായാൽ, ലാ ഉജാവിറുക്കും ഫിൽ മദീനതി ബഅദഹാ, ആ ഒരു ഭൂകമ്പത്തിന് ശേഷം ഉമറിനെ മദീനയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ജനങ്ങളെ മുഴുവനും കരയിപ്പിച്ചു വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ വിപത്തുകൾ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മിലേക്ക് വരുന്നതിന്റെ മുമ്പേ തൗബ ചെയ്തു മടങ്ങി. അല്ലാഹു തആല പ്രതിവിധി വളരെ മനോഹരമായി പറഞ്ഞു, വളരെ എളുപ്പമാണ്. തൗബ ചെയ്തു മടങ്ങി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് തമ്പുരാന്റെ മുമ്പിൽ വിനയാന്വിതരായി അല്ലാഹുവിന്റെ മുമ്പിൽ താഴ്മയോടുകൂടെ, റബ്ബേ ചെയ്തുപോയ തെറ്റുകളിൽ ഖേദിക്കുന്നു തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് മാപ്പിരക്കുക. അല്ലാഹു നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.